ഓൾ ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. നിങ്ങളും ഇതുപോലെയാണോ ചിന്തിക്കുന്നത്? എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എനിക്ക് വാല്യൂ നൽകുന്നില്ല എങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ ഒരു ലവ് മാഗ്നറ്റാക്കി മാറ്റും. പിന്നീട് എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, നിങ്ങളോട് അടുക്കാൻ നോക്കും. മാക്സിമം ആൾക്കാർ പറയുന്നത് എനിക്കാരും സ്നേഹം തരുന്നില്ല, എനിക്ക് ഒന്നും കൂടുതൽ ഇല്ല, ആരും എന്നെ വാല്യൂ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവർ സ്നേഹിക്കുന്നത്? നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സ്വയം വാല്യൂ നൽകുന്നുണ്ടോ? സ്വയം റെസ്പെക്റ്റ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ടൈം നൽകുന്നുണ്ടോ? നിങ്ങളെ സ്വയം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്നില്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഇതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണ്. ഫസ്റ്റ് നമ്മൾ തന്നെയാണ് നമ്മളോട് സ്വയം ചോദിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ടോ എന്നുള്ളത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവാക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളെ സ്വയം മറന്നുകൊണ്ട് എനിക്ക് സ്വയം നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും എന്നെ സ്നേഹിക്കില്ല, എന്നിട്ട് സ്വയം നമ്മൾ തന്നെയാണ് അതിന് ഇട നൽകുന്നത്, എന്നിട്ട് സ്വയം നമ്മൾ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ എപ്പോഴെങ്കിലും സ്വയം അഭിനന്ദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോഴും പഴയ ഇഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനൊക്കെ സമയം കണ്ടെത്താറുണ്ടോ? നിങ്ങളെ ഒന്ന് ഇഷ്ടത്തോടെ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് പിന്നീട് ചെയ്യാമെന്ന് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അതെല്ലാം ചെയ്യാതിരുന്നിട്ട് പിന്നെ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് എല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ആരും നമുക്കൊരു വാല്യൂ നൽകില്ല, ആരും നമുക്കൊരു വിലയും നൽകുന്നില്ല. നമ്മൾ സ്വയം ഒരു ലവ് മാഗ്നറ്റായി ഉള്ളിൽ നിറയുമ്പോൾ മാത്രമേ നമ്മൾക്കും പുറത്തു നിന്നും അത് ലഭിക്കുകയുള്ളൂ. നമ്മളുടെ എനർജിയാണ്, നമ്മളുടെ ലവ് എനർജി പുറത്തേക്ക് സ്വയം ഒഴുകുമ്പോഴാണ് ആ എനർജി 1000 മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അതേപോലെ ലൈഫ് അട്രാക്ഷൻ പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ്. അതായത് നമ്മൾ ഉള്ളിൽ സ്വയം ഒരു ലവ് മാഗ്നറ്റായി നിറയുമ്പോൾ മാത്രമാണ് ഈ ലോകം മുഴുവൻ നമ്മളെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നത്. നമ്മളൊരു സ്നേഹക്കടലായി മാറുമ്പോൾ മാത്രം, അതായത് നമ്മളെ ഇഷ്ടത്തോടെ നമ്മൾ കുറച്ച് നേരം ഒറ്റയ്ക്കാണെങ്കിൽ അതിൽ നമ്മൾ സ്വന്തത്തോടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൽ നമ്മൾ വളരെ സന്തുഷ്ടിയുള്ളവരാണെങ്കിൽ, നമ്മുടെ സ്വന്തത്തിനോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒറ്റയ്ക്കിരിക്കൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഒരുപാട് നമ്മൾ ഫീൽ ചെയ്ത് നമ്മളത് അറിയണം. നമ്മൾ സ്വയം ഒരു ലവ് മാഗ്നറ്റായിട്ട് നിറയുന്നുണ്ടെന്ന്. എന്നാൽ മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് അത് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മൾ ഐ വാണ്ട് എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. സ്വയം ഒരു സ്നേഹത്തിൻ്റെ കാന്തമായി നമ്മൾ മാറിയാൽ മാത്രമേ ആരും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങൾ 21 ദിവസത്തേക്ക് ഒരു ചലഞ്ച് ഏറ്റെടുത്ത് നോക്കൂ. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കൂ, പിന്നെ കാണാം മാജിക്. കണ്ണാടിയിൽ നോക്കി സ്വന്തം സെൽഫിനോട് പറയൂ, ഐ ആം പ്രൗഡ് ഓഫ് യു, ഐ ലവ് യു, ഐ അക്സെപ്റ്റ് യു, ഐ ലവ് മൈ സെൽഫ്. നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് നിറയാൻ തുടങ്ങും. അത് മറ്റുള്ളവരിലേക്ക് ഒരു എനർജി പോലെ പുറത്തേക്ക് ഒഴുകാനും തുടങ്ങും. നമ്മൾ ആരിൽ നിന്നും ഒന്നും ബെഗ് ചെയ്ത് വാങ്ങരുത്. നമ്മളൊരു ലവ് മാഗ്നറ്റായി മാറുക. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫീലിംഗ് നടക്കുന്നതെന്ന് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇപ്പം ഒരു യാചകൻ എന്താ ചെയ്യുന്നത്? കൈനീട്ടി എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ലൈഫ് മൊത്തം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നോട് സംസാരിക്കുന്നു, ഇത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബെഗ്ഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തമായൊരു ഫീലിംഗാണ് അത്, സ്നേഹം എന്നുള്ളത്. നിങ്ങൾ കുറച്ച് നേരം ഇഷ്ടമുള്ളൊരു സോങ് കേട്ട് നോക്കൂ. അതും നല്ല പോസിറ്റീവ് സോങ്സ് കേൾക്കുക, സെൽഫ് ലവ് സോങ്സ് കേൾക്കുക. നിങ്ങൾ നെഗറ്റീവ് സോങ്സ് ഒരിക്കലും കേൾക്കരുത് കേട്ടോ.
നെഗറ്റീവ് സോങ്സ് കേൾക്കാനേ പാടില്ല. അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു. കുറച്ച് നേരം നിങ്ങൾ ഡാൻസ്, നല്ല സോങ്സൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് നോക്കൂ. അതും ഒരു സെൽഫ് ലവിൻ്റെ ഒരു പാട്ടാണ്. ശരിക്കും നമ്മളിൽ കുറച്ച് കാര്യങ്ങൾ ചെറുതായി ഓരോ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ, കുറച്ച് നല്ല നല്ല അഫർമേഷൻ നമ്മൾ മിറർ നോക്കി പറയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നമ്മളുടെ ലൈഫിൽ വരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാ ദിവസവും നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു, മറ്റുള്ള പിള്ളേർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് നമ്മളൊരു ദിവസം ഉണ്ടാക്കി അത് കഴിക്കണം. തീർച്ചയായും അത് നമ്മുടെ സെൽഫിനോട്, അതായത് നമ്മുടെ ആത്മാവിന് കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. നമ്മുടെ സോളും അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സോള് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, എന്നെ ഒന്ന് സ്നേഹിക്കൂ, എന്നെ ഒന്ന് കെയർ ചെയ്യൂ, എന്നെ ഒന്ന് വാല്യൂ ചെയ്യൂ, എന്നെ ഒന്ന് പ്രൗഡ്, ആ ഒരു ഫീൽ എനിക്ക് തരുമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സോള് നിരന്തരം നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ കരച്ചിൽ നമ്മൾ കേൾക്കാറേ ഇല്ല. നമ്മൾ പുറത്തുള്ള മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയിൽ മാത്രമാണ് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചകനാകരുത്. അതായത് നമ്മൾ ഒരു ബെഗ്ഗറായി മാറുകയേ ചെയ്യരുത്. ബെഗ്ഗർ വീണ്ടും വീണ്ടും എന്താണ് ചെയ്യുന്നത്? ബെഗ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നെങ്കിലും അതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിതകാലം മുഴുവനും അയാൾ ഒരു ബെഗ്ഗറായി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളെ സ്നേഹിച്ച് നോക്കൂ, പിന്നെ കാണാം അത്ഭുതം, മാജിക്ക്. സെൽഫ് ലവ് എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അത് ആരിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ തന്നെ മതിയാവും. നിങ്ങളൊരു സ്നേഹക്കടലാണെന്നുള്ളത് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ വളരെ ശക്തമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതിനാൽ ഈ ഒരു ഫീലിങ്സ് നിങ്ങൾ അനുഭവിച്ച് നോക്കൂ. ഈ പ്രാക്ടീസ് നിങ്ങൾ നിരന്തരം ചെയ്തു നോക്കൂ. ചെറിയ സ്റ്റെപ്പുകൾ വെച്ചാൽ നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. സെൽഫ് ലവ് ആണ് നമ്മളെ ഏറ്റവും ശക്തമായൊരു ടെക്നിക്ക്. അതായത് നമ്മുടെ സോളിനെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം മുതൽ, നമ്മുടെ സോളിനെ നമ്മൾ സ്നേഹിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ 1000 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങും. എല്ലാം ഒരു എനർജിയാണെന്ന് നമ്മൾക്ക് അറിയാമല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയവർക്ക് അറിയാം, എല്ലാം ഒരു എനർജിയാണ്. എല്ലാവരും ആ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ, നമ്മൾ വെറുപ്പിൻ്റെ എനർജിയാണ് പോണെങ്കിൽ നമുക്ക് വെറുപ്പ് തന്നെ തിരിച്ചു കിട്ടും. ദേഷ്യത്തിൻ്റെ ആണെങ്കിൽ ദേഷ്യം കിട്ടും. നിങ്ങൾ പ്രപഞ്ച നിയമത്തിൽ ഉള്ള ഏറ്റവും വലിയ ശക്തിയായി സ്നേഹത്തിൻ്റെ എനർജി ഒന്ന് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് നോക്കൂ. പിന്നെ കാണാം നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.